ഗൈസ്, ഇടുക്കിയിലെ മിടുക്കി 2 യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ തയ്യൽ ഷോപ്പിലാണ്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ സ്വന്തം വർക്കായിരുന്നു ചെയ്തത്. വേറെ ഒന്നുമല്ല, ഒരു സാരിയും കൊണ്ട് നെറ്റിൻ്റെ സാരിയാണ് ചുരിദാർ തയ്ച്ചു. അപ്പം ഇതിൻ്റെ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരിക്ക് വെറും 250 രൂപയായിട്ടുള്ളൂ. ഒന്നുപോലും ഉടുത്തിട്ടില്ല. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഉപയോഗം വരുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്. വെറുതെ വാങ്ങിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാനൊരു ചുരിദാർ തയ്ച്ചു. പ്ലെയിൻ ആയിട്ടാണ് ഞാനിപ്പോൾ തയ്ച്ചിരിക്കുന്നത് ഗൈസ്, കണ്ടാണ്. അപ്പം ഞാൻ ഇതിൽ കുറച്ച് ഹാൻഡ് മെയ്ഡ് വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ. അപ്പം എന്താണ് വർക്കിനായിട്ട് ഉപയോഗിക്കുന്നത്? ഞാൻ ഈ ലേസാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് ഓരോ ഈ 2 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ആ കുത്തിൽ മിക്സ് ചെയ്യാനായിട്ട് ഈ സംഭവം കൂടി എടുക്കുകയാണ്. ഈ 2 ലേസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിത് തയ്ച്ച് കാണിക്കാം. കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞു. ഇനി ഞാനിതൊന്ന് ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? വെറും 250 രൂപയായിട്ടുള്ളൂ ഈ സാരിയുടെ വില. അപ്പോൾ നമ്മൾ ഇത്രയും ഒരു ബ്രോക്ക് നമ്മൾ കടയിൽ ചെന്ന് വാങ്ങിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഈ മോഡൽ തയ്യൽ 6 മീറ്റർ സാരിയുടെ വിരിവ് ഞാൻ ഫുള്ളും എടുത്തിട്ടുണ്ട്. ഇതിൽ ഫുള്ള് വിരിവ്, അതായത് തുള്ളി പോലും തുണി നമ്മൾ വേസ്റ്റ് ചെയ്ത് നമ്മൾ കളയാതെ തന്നെ ഫുള്ള് ഞാൻ തുണി എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഒരു ഫ്രോക്ക് നമ്മൾ മേടിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 1500-1800 രൂപയൊക്കെ നമുക്ക് വേണം. അപ്പോൾ എനിക്കിതിന് മുടക്ക് വന്നിരിക്കുന്നത് വെറും 250 രൂപ ഈ സാരിയുടെ വില മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ തയ്യൽ അറിയാവുന്നവർ സ്വന്തമായിട്ട് ഇതുപോലെ നമുക്ക് വർക്ക് ചെയ്ത് ഹാൻഡ് മെയ്ഡ് വർക്ക് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. എല്ലാ തയ്യക്കാരും ഇങ്ങനെ തയ്ച്ചിടണമെന്നില്ല കേട്ടോ. പക്ഷേ എന്ത് ജോലി നമുക്ക് ചെയ്യണമെന്നൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും പഠിച്ചിട്ടല്ല, ഞാൻ തയ്യൽ പോലും ഞാൻ ശരിക്കും പഠിച്ചതല്ല. എൻ്റെ ആശാൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൻ്റെ താല്പര്യമാണ് ഇന്ന് ഞാൻ ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. വട്ടപൂജ്യത്തിൽ നിന്നും എന്ത് ജോലി ആയിക്കട്ടെ, നമുക്ക് ചെയ്യണമെന്നൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. മനസ്സില്ലേ, നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. നമുക്ക് 1 ഇഞ്ച് പോലും വളരാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്